അടിയന്തരാവസ്ഥയെ പറ്റി അങ്ങനെ ചർച്ച ചെയ്യാൻ ഇങ്ങനെ ഇത്രയും വലിയൊരു ഒത്തുകൂടല് വലിയ കാര്യമാണ്. പക്ഷെ വടകര എനിക്ക് നന്നായിട്ട് അറിയാം, പൊളിറ്റിക്കലായിട്ടുള്ള നാടാണ്. അപ്പൊ അവിടെ അത് വലിയ കാര്യമല്ല, ആളൊക്കെ കൂടും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് ഒരർത്ഥത്തിൽ നന്ന പഴയ ആൾക്കാരൊക്കെ ഒത്തുകൂടുന്നു, അവരുടെ അനുഭവങ്ങൾ കൈമാറുന്നു. പക്ഷെ ഇതിങ്ങനെ ഒരു ചടങ്ങുമാരി എല്ലാ വർഷവും ഇതിനു മുമ്പും പല ജില്ലകളിൽ നടന്നു. അതിനോട് വലിയ താല്പര്യമില്ല. അടിയന്തരാവസ്ഥനേക്കാളും മോശമായ ദിനങ്ങളാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭീകരമായ നിയമങ്ങൾ, കള്ളക്കേസുകൾ. നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ കഴിയില്ല. സ്വന്തമായിട്ടൊന്നും ഭരണകൂടത്തിനെതിരായിട്ട് ഭക്ഷണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ കഴിക്കാൻ പറ്റില്ല. വസ്ത്രം നിങ്ങൾ എഴുതാനോ ചിന്തിക്കാനോ അല്ലെങ്കിൽ പറയാനോ കഴിയാത്തൊരു അവസ്ഥ. ഇതാണ് അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ. നിരവധി എൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ 3 UAPA കേസുകളുണ്ട്. ഇപ്പോൾ നിലവിൽ 8, 9 കേസുകളുള്ള ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. പലരും ജയിലിലാണ്. പിന്നെ ആൾക്കാരെ വെറുതെ ഉപയോഗിച്ച് കൊല്ലുന്നു, പുസ്തകം കയ്യിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നതിനേക്കാളും മോശമാണ് അവസ്ഥ. അത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വിസമ്മതിക്കാൻ, വിയോജിക്കാൻ ഇതിനൊന്നും വലിയ സ്വാതന്ത്ര്യം ഇല്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞൊരു വർഗീയത വളരെ ശക്തമാണ്. സുപ്രീം കോടതി വിധിച്ചിട്ട് പോലും ഒരു സർക്കാർ ഞങ്ങൾ തയ്യാറാണ് വേണ്ട സ്ത്രീ പ്രവേശനം ശബരിമലയിൽ നടത്തിയില്ല. ഞാനതിവിടെ സൂചിപ്പിച്ചു. ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമികള്, നാരായണ ഗുരു, അയ്യങ്കാളി, സഹോദരനായപ്പനൊക്കെ ജീവിച്ചിരുന്നു. അവരൊക്കെ എന്നോ UAPയിൽ ബുക്ക് ചെയ്ത് അകത്ത് കിടന്നേനെ. അന്നിപ്പോ അത് അങ്ങനെയൊക്കെ നടന്നു. അപ്പൊ നിങ്ങൾ ഇന്നിപ്പോ അമ്പലപ്രവേശനം അല്ലെങ്കിൽ അതുകൊണ്ട് അന്നത്തെ കാലത്ത് അന്നിപ്പോ അവര് എളുപ്പം നടന്നല്ല, തല്ലുകൊണ്ടിട്ടുണ്ട്, ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അമ്പലത്തിന്റെ ഭാരവാഹികളെ കൊണ്ടുള്ള വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഭീകരമാവും, വെളിച്ചം കാണില്ല. ആ രീതിയിലാണ് നമ്മുടെ ജനാധിപത്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ ഒരു മോശമായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയാണ്. അതാണ് അതിന്റെ ബാക്കിലെ നിയമം. ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുക, ആലോചിക്കുകയാണ് ഈ അടിയന്തരാവസ്ഥ കാലത്ത്. ഇതിനെപ്പറ്റി ഓർക്കുമ്പോൾ പഴയ കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പങ്കുവെക്കേണ്ടത് ആവശ്യമാണ്. ഒത്തുകൂടേണ്ടത് നല്ലതാണ്. അതിന് മുൻകൈ എടുത്തതും വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതൊരു ചടങ്ങായി ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ തെയ്യം കളിക്കണമാതിരി ഓരോ വർഷം, അല്ലെങ്കിൽ മുത്തപ്പൻകാവിലെ ഉത്സവമാതിരി അതങ്ങനെ ഒരു ചടങ്ങായിട്ട് പോകുന്നതിലൊരു അർത്ഥമില്ല. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ വളരെ തീക്ഷ്ണമാണ്, വളരെ സങ്കീർണമാണ്. ഇവിടുത്തെ എല്ലാ ലോകം അങ്ങനെ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർക്ക് ഇഷ്ടമുള്ള അവിടെ ഒപ്പിട്ട് കൊടുക്കുക. അതില്ലെങ്കിൽ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല. വെനസ്വേലയിലെ പ്രസിഡന്റിനെ തന്നെ തട്ടിക്കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. അവരുടെ ഇഷ്ടത്തിൻ്റെ കാണും. ഇത് അമേരിക്ക എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളതാണ്. അവരുടെ പാവ സർക്കാരുകൾ ലോകത്ത് അവർക്ക് സ്വാധീന മേഖലകൾ ഉണ്ടാക്കി കൊള്ളയടിക്കുക. ഇതാണ് നടക്കുന്നത്. അത് വളരെ ശക്തമായി നടക്കുകയാണ്. അതിന് ചോദ്യം ചെയ്യാൻ ജനങ്ങൾക്ക് വിസമ്മതമുണ്ട്. നിങ്ങളുടെ എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നിസ്സഹായന്മാര് ഇരിക്കണം ചെയ്യുന്നത്. ഏറിക്കവിഞ്ഞാൽ ഒരു പ്രകടനം നടത്തും, അല്ലെങ്കിൽ അമേരിക്കൻ എംബസിയെ ആക്രമിക്കുക, അങ്ങനെയൊക്കെ സാധ്യതയുള്ളത്. പക്ഷെ ഒട്ടുമൊത്തത്തിൽ പൊതുവെ നിസ്സഹായരാണ്. നോക്കിയിട്ട് കഷ്ടം എന്ന് പറഞ്ഞ് തള്ളിപ്പോകുന്നത്. ഇതാണ് ലോക സാഹചര്യം. അതാണ് ഇന്ത്യയിലെ സാഹചര്യം. വളരെ സങ്കീർണമാണ്, വളരെ ഭീതിജനകമാണ്. പക്ഷെ അതിനെതിരായിട്ടുള്ള ചിന്താഗതിയും നാമ്പികളും അത് വരുന്നുണ്ട്, അടിച്ചമർത്തപ്പെടുന്നുണ്ട്. ഛത്തീസ്ഗഡിലൊക്കെ വെടിവെച്ച് കൊല്ലൽ, കൂറുമാറ്റം, അതും ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പൊതുവില് ഞാനിപ്പോ അവിടെ ഇടയ്ക്ക് പോയി വന്ന ഒരാളാണ്. ബോഡി വരുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വീണ്ടും ഓടിക്കുന്നതാണ്. മൃതശരീരം ഏറ്റുവാങ്ങാനും മറവ് ചെയ്യാനും അനുശോചന യോഗം നടത്താനും അത് എന്നും ശരിയായ രീതിയിലാണ്. അത്തരം കാര്യങ്ങളെന്ന് ചിന്തിക്കും. നമ്മളിപ്പോ എവിടെ എത്തി, അവിടുന്ന് കഴിഞ്ഞ കാലത്തിലെ പോരായ്മകൾ നികത്തി ഇനിയും മുന്നോട്ട് പോകണം എന്ന്, അതെങ്ങനെ പോകാൻ കഴിയുന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ചുരുക്കത്തിൽ പറയുന്നത്. അല്ല, അന്ന് ഞാൻ CPIയിലാണ്, അവിഭക്ത CPIയിലാണ്, ട്രേഡ് യൂണിയൻ പാർട്ടി പ്രവർത്തനം. അത് ഞാൻ മനസ്സിലാക്കിയ അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെ നേരെ വിപരീതമാണ് പോക്ക്.
അപ്പൊ ഞങ്ങൾ 60-ൽ തന്നെ ഞങ്ങൾ രഹസ്യമായി അതിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അപ്പോഴേക്ക് AK ഗോപാലനായിട്ടുള്ള ആള് വരുന്നു. അപ്പൊ കുറച്ചുകൂടെ ഇതായി സാർവദേശീയമായിട്ടും തന്നെ ചൈന വാദപ്രതിവാദം റഷ്യക്കെതിരായിട്ടുള്ള വാദപ്രതിവാദം ആശയശാസ്ത്രപരമായിട്ട് നടന്നു. അതിന്റെ രേഖകൾ തിരിഞ്ഞെത്തണം, അന്നൊന്നും കിട്ടില്ല. കാരണം പ്രത്യേകിച്ച് യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ഒരു ഉദാഹരണത്തിന് മെഡ്രാസിൽ നമ്മൾ ഈ പാലും വെള്ളമില്ലേ, ഡിക്കാക്ഷൻ ഒഴിക്കാത്ത പാലും വെള്ളം, പാൽ ചായ എന്താ പറയുക അവിടെ, പാലും വെള്ളം, അതിനെ അവിടെ ചൈന ടീ എന്നാ പറയുക തമിഴ്. അത് പറയില്ല, പറയാൻ പറ്റില്ല എന്നായി. ചൈന ടീ എന്ന് പറഞ്ഞാൽ ഉടനെ ക്രൈംബ്രാഞ്ചുകാരൻ തോളി പിടിച്ചിട്ടുണ്ടോ ആ പേരെ പോയി അന്ന് അപ്രത്യക്ഷമായി. അതാണ് ആ കാലഘട്ടം. അന്ന് ഞങ്ങളപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ പഠിക്കാനും സംഘടിക്കാനും രഹസ്യമായ ഗ്രൂപ്പ് ഉണ്ടാക്കാനും അതിൻ്റെ ഒരു ഔന്നിത്യം പരിസമാപ്തി എന്നുള്ള നിലയ്ക്കാണ് 60 പത്രം ആരംഭിച്ചത്. നമ്മൾ സ്വന്തമായിട്ട് ഔദ്യോഗിക പത്രം ഇതൊന്നും എടുക്കില്ല, സർക്കാർ പിന്തുണയാണ്. ഞങ്ങൾ പ്രവർത്തിച്ച ട്രേഡ് യൂണിയൻ തന്നെ പൂർണ്ണമായിട്ട് സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് അവിടേക്ക്. അതിനിതൊക്കെ മാറി ചിന്തിക്കേണ്ട എന്താണെന്ന്, കൂടുതൽ മാർക്സിസം എന്താണ്, ലെനിനിസം എന്താണ് പഠിക്കേണ്ട നിർബന്ധം വരും. പണ്ടിങ്ങനെ ഒരു മതം പോലെ വിശ്വസിച്ച് മുദ്രാവാക്യം വെച്ച് പോകലായിരുന്നു, അത് പോരാ എന്നുള്ളവിടേക്ക് എത്താണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഞങ്ങൾ അന്നത്തെ 62, 63 കാലത്ത് സമാന്തര പത്രമൊക്കെ ആരംഭിച്ചു. ആ പത്രം ഇപ്പൊ CPM-ന്റെ കയ്യിലാണ്. അവർക്ക് ഈ കതിർന്നുണ്ട്. പണ്ട് ലെനിൻ മെൻഷെവിക്കുകളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ബോൾഷെവിക്കുകളായിട്ട് വരുമ്പോൾ അതിന് ഇസ്ക്ര എന്ന് പറഞ്ഞ പത്രം ആരംഭിച്ചു. ഈ പൊരി, നമ്മളുടെ മലയാളത്തിലെ തീപ്പൊരി, തമിഴും തീപ്പൊരി എന്ന് പറയും. അപ്പൊ അതിന് തത്തുല്യമായ വേറൊരു അതേ പേരിൽ വേറെ പത്രം ഉണ്ടായിരുന്നുണ്ട്, അതിന്റെ രജിസ്ട്രേഷൻ കിട്ടി. അപ്പൊ ഞങ്ങൾ അതിന് എല്ലാവരും കൂടി ആലോചിച്ചു ഈ കതിർന്നാണ്. അങ്ങനെ അത് 66 വരെയും ഞാൻ അതിന്റെ പത്രാധിപരും പബ്ലിഷറും ഒക്കെ ആയിരുന്നു. പിന്നെ CPM ജയിലിൽ അഭിപ്രായ വ്യത്യാസമായി ഭിന്നിച്ചു. അപ്പോൾ പത്രം പിന്നെ കൊണ്ടുവന്ന് തനിയെ നടത്താനൊക്കെ നോക്കി, നടക്കില്ല എന്ന് കണ്ടു. പിന്നെ അത് നടക്കില്ലെങ്കിൽ നിന്നു പോയാൽ പോലീസ് ഏജന്റാണെന്ന് പറയും. അപ്പൊ അതിനെക്കാരും എഴുതി ഒപ്പിട്ട് അത് എല്ലാം ഒഴിഞ്ഞു കൊടുത്ത് ഞാൻ കഴിഞ്ഞ് പറഞ്ഞു ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഇവിടെ തമിഴിൽ പ്രസംഗിക്കാൻ കൊണ്ടുവന്നത് 67 പുതിയ തെരഞ്ഞെടുപ്പ് പാലക്കാട്, അട്ടപ്പാടി.